നമസ്കാരം. ആരോഗ്യം ആനന്ദം പരിപാടിയിലേക്ക് സ്വാഗതം. വീട്ടിലെ പ്രസവമാണിപ്പോൾ ചർച്ചാ വിഷയം. കേരളത്തിലെ പല ജില്ലകളിൽ വീട്ടിൽ നടക്കുന്ന പ്രസവങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ല. എന്തുകൊണ്ടാണ് പ്രസവങ്ങൾ വീട്ടിൽ എടുക്കേണ്ടി വരുന്നത്? അത് എത്രത്തോളം ആരോഗ്യപരമാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണ്ടേ? എന്താണ് റുമാറ്റിക് രോഗം? നമുക്ക് എങ്ങനെ അതിനെ കെയർ ചെയ്യാം? എല്ലാ വർഷവും ഏപ്രിൽ 11 ലോക പാർക്കിൻസൺസ് ദിനമായി ആചരിക്കുന്നു. എന്നാൽ എന്താണ് ഈ പാർക്കിൻസൺസ്? ഇന്നത്തെ ആരോഗ്യമാനന്ദം എപ്പിസോഡിലൂടെ നമുക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കും. ഈ നാട്ടിൽ പട്ടിയും പൂച്ചയും ഒക്കെ പ്രസവിക്കുന്നില്ലേ? അവർ ആശുപത്രിയിൽ പോകുന്നുണ്ടോ? പിന്നെ മനുഷ്യന് മാത്രം എന്താണ് ഈ കൊമ്പുള്ളത്? ഇന്നലെ വാർത്തകളിലൂടെ കേട്ട ഒരു വാദമാണിത്. ഇതിന് തക്ക മറുപടിയുമായി എത്തിയിരിക്കുന്നത് കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ നിയോനറ്റോളജിസ്റ്റുമായ സൗമ്യ സരിനാണ്. നമുക്ക് ഡോക്ടറിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. അക്യൂപങ്ക്ചർ ചികിത്സയും അതുവഴി ഉണ്ടായ ഒരു മരണവും ഒക്കെയാണല്ലോ ഇപ്പൊ നമ്മുടെ ഹോട്ട് ടോപ്പിക് ആയിട്ട് നിൽക്കുന്നത്. ഞാൻ ഈ വാർത്തകളൊക്കെ കുറെ കാലമായിട്ട്, ഇതിപ്പോ ആദ്യത്തെ ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, എത്രയോ മരണങ്ങൾ ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ വാർത്തകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇത് നമുക്കൊരു ചികിത്സാ രീതി അതിന്റെ പിഴവ് ആയിട്ട് മാത്രം ഒതുക്കി നിർത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സംഗതികളുണ്ട്. കാരണം ഇതെല്ലാം പലപ്പോഴും പല മതവിശ്വാസങ്ങളുമായിട്ടും പല മതവിഭാഗങ്ങളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് ഒരു മതവിഭാഗത്തിന് മാത്രം പറയാനില്ല കേട്ടോ. അപ്പൊ ഇത് ഒരു മുസ്ലിം മതവിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാളാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് ഈ ഒരു സംഭവത്തിന്റെ മാത്രം കാര്യമാണ്. ക്രിസ്ത്യൻ വിഭാഗങ്ങളിലും ഹിന്ദു വിഭാഗങ്ങളിലും എന്ത് മതം നോക്കിയാലും ഇത്തരത്തിൽ ഈ പറയുന്ന പ്രകൃതി സ്നേഹികളായിട്ടുള്ള, ഞാനത് ഇൻവേർട്ടഡ് കോമയിൽ തന്നെ ഇടുകയാണ്, എല്ലാ മതവിഭാഗത്തിലും ഇത്തരത്തിലുള്ള ചില പ്രകൃതി സ്നേഹികൾ എല്ലായിടത്തും ഉണ്ട്. ഇവര് പലപ്പോഴും ഈ മതവിശ്വാസത്തിന്റെ മറ പറ്റിയാണ് ആളുകളെ ഇത് ഇഞ്ചക്ട് ചെയ്ത്, ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഇഞ്ചക്ട് ചെയ്ത്, ചികിത്സാ രീതികൾ ഇഞ്ചക്ട് ചെയ്ത് അവരുടെ ജീവൻ അപകടത്തിലാക്കുന്നത്. ഇവര് പലപ്പോഴും പറയുന്ന, ഞാൻ ഇതിന്റെയൊക്കെ ചില വീഡിയോസും അല്ലെങ്കിൽ പലരുടെയും പ്രസംഗങ്ങളൊക്കെ കേൾക്കായിരുന്നു. അതിൽ ഇന്ന മതവിഭാഗമൊന്നുമില്ല, പല മതത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവർ പറയുന്നത് ഇതാണ്: ഇവിടെ ആനകൾ പ്രസവിക്കുന്നു, ഇവിടെ പൂച്ചകൾ പ്രസവിക്കുന്നു, പട്ടികൾ പ്രസവിക്കുന്നു. ഇവരൊക്കെ ആശുപത്രിയിൽ പോയിട്ടാണോ പ്രസവിക്കുന്നത്? ഇവരൊക്കെ നാച്ചുറൽ ആയിട്ട് പ്രകൃതിദത്തമായിട്ടല്ലേ പ്രസവിക്കുന്നത്? പിന്നെ മനുഷ്യന് മാത്രം എന്താണ് ഒരു പ്രത്യേകത? മനുഷ്യനും ഒരു ജീവിയല്ലേ? അപ്പോ പ്രസവം ഒരിക്കലും ഒരു അസുഖമല്ല, ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അപ്പോ ഈ ആശുപത്രികളൊക്കെ നിങ്ങളെ പലതും പറഞ്ഞ് പേടിപ്പിച്ച് പൈസ പിടുങ്ങാനായിട്ടിരിക്കുന്നവരാണ്. ഇവർ സ്കാനിങ് എന്ന് പറഞ്ഞ് കുട്ടികളിൽ പല പ്രശ്നങ്ങളും ജനിതക വൈകല്യങ്ങളും ഉണ്ടാക്കുകയാണ്. ആദ്യത്തെ സ്കാൻ ചെയ്യുന്നവരിൽ അത് ഉണ്ടാക്കി പിന്നത്തെ സ്കാനിൽ അത് അവർ കണ്ടുപിടിച്ച് പറയുന്നു. ഇതൊക്കെ സ്കാനിംഗ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇങ്ങനെയൊക്കെ വായിൽ തോന്നിയ വിഡ്ഢിത്തങ്ങളും തോന്നിവാസങ്ങളും വിളിച്ചു പറയുന്ന പല മതത്തിൽപ്പെട്ട ആളുകളുടെയും വീഡിയോകൾ ഞാൻ കാണാനിടയായി. അപ്പൊ ഇതൊക്കെ കാണുന്ന ഏത് മതത്തിൽപ്പെട്ട ഒരാൾക്കും സ്വാഭാവികമായിട്ടും, ഞാൻ ആദ്യമേ പറഞ്ഞു വെക്കുകയാണ്, ഇതിൽ പറയുന്ന ഒരു കാര്യത്തിൽ ഏറ്റവും വലിയ പൊട്ടത്തരം എന്ന് പറയുന്നത്, ഇന്ന് ഇഷ്ടംപോലെ വെറ്റിനറി ഹോസ്പിറ്റൽസും വെറ്റിനറി ഡോക്ടർമാരും ഉണ്ട്. ഇന്നലെ എത്രയോ കാലമായിട്ട് അവിടെയും പൂച്ചയും പട്ടിയും ആനയും ഒക്കെ പ്രസവിക്കുന്നുണ്ട്. അവരുടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെലിവറികൾ അവിടെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ആളുകൾക്ക് അറിയാഞ്ഞിട്ടല്ല. ഇനിയിപ്പോ അത് മാറ്റി നിർത്തിയാൽ തന്നെ, ഇനിയിപ്പോ അത് നമ്മൾ മാറ്റി നിർത്താമെന്ന് വെക്കുക. പലപ്പോഴും ഇങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്ന ആളുകൾക്കൊരു സംശയം വരും, അല്ലെ? ശരിയാണല്ലോ, പട്ടിയും പൂച്ചയും ഒക്കെ പ്രസവിക്കുന്നില്ലേ, പിന്നെ മനുഷ്യന് മാത്രം എന്താണ് ഒരു പ്രത്യേകത എന്നുള്ളത്? അതിന്റെ ഉത്തരമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ശാസ്ത്രീയപരമായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. നോക്കൂ, എന്താണ് ഈ പട്ടിയും പൂച്ചയും ആനയും ഒക്കെ ആയിട്ട് മനുഷ്യനുള്ള ഒരു വ്യത്യാസം? അത് നമ്മുടെ ബുദ്ധിയാണ്, നമ്മുടെ തലച്ചോറാണ്. കാലാന്തര ഉണ്ടായ, അതായത് നമ്മുടെ പരിണാമം ഉണ്ടായതിന്റെ ഭാഗമായിട്ട് നമ്മുടെ തലച്ചോറ്, മനുഷ്യന്റെ തലച്ചോറ് എന്ന് പറയുന്നത് വികസിച്ച് 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 ഇന്ന് നമ്മൾ കാണുന്ന മനുഷ്യരിലേക്ക് നിൽക്കുകയാണ്. ഇനിയും അത് വികസിക്കാൻ പോവുകയാണ്, അല്ലെ? എന്നാൽ അത്രത്തോളം ഒന്നും ബുദ്ധിവികാസം ഈ പറയുന്ന പട്ടിക്കും പൂച്ചയ്ക്കും കുരങ്ങനും ഒന്നും ഉണ്ടായിട്ടില്ല. കുരങ്ങന് പിന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, പക്ഷെ ബാക്കിയുള്ള ജീവജാലങ്ങൾക്ക് അധികം ഉണ്ടായിട്ടില്ല. മനുഷ്യന് സംഭവിച്ച അത്ര അത് നമ്മുടെ മുമ്പിലുള്ള കാര്യമാണ്, അല്ലെ? നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അപ്പോ ഈ ബുദ്ധി വികസിച്ച സമയത്ത് പരിണാമ പ്രക്രിയയിൽ എന്താണ് ഉണ്ടായത്? നമ്മുടെ തലച്ചോറ് വികസിച്ചതനുസരിച്ച്, അതിന്റെ വലിപ്പം കൂടിയതനുസരിച്ച് നമ്മുടെ തലയോട്ടി, അതായത് നമ്മുടെ സ്കൾ വികസിച്ച് 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 അതിനെ ഉൾക്കൊള്ളാനായി നമ്മുടെ തലയുടെ സൈസും നമ്മുടെ ബോഡിയെ അപേക്ഷിച്ചിട്ട് വലുതായിട്ടുണ്ട്, അല്ലെ? നമ്മൾ ഒരു മനുഷ്യന്റെ, ബാക്കി മൃഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ബോഡി ഹെഡ് റേഷ്യോ കൂടുതലാണ്. അതായത് ഹെഡിന്റെ റേഷ്യോ, ഹെഡിന്റെ വലുപ്പവും ഭാരവും ഒക്കെ നോക്കുമ്പോൾ ബാക്കിയുള്ള മൃഗങ്ങളെ വെച്ച് നോക്കുന്ന സമയത്ത് അത് മനുഷ്യരിൽ കൂടുതലാണ്. നിങ്ങളൊന്ന് നോക്കി നോക്കൂ, നിങ്ങൾ ചുറ്റും നോക്കി നോക്കൂ. ബാക്കി ജീവജാലങ്ങളുടെ തലയും അവരുടെ ഉടലായിരിക്കും തലയെ അപേക്ഷിച്ച് ഭയങ്കര വലുപ്പം. എന്നാൽ മനുഷ്യന് തലയ്ക്ക് ഉടലിനെ അപേക്ഷിച്ചിട്ട് വലുപ്പം മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ചിട്ട് കൂടുതലാണ്. ഈ മനുഷ്യനിൽ തന്നെ പ്രായപൂർത്തിയായ മനുഷ്യരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുട്ടികളിൽ അല്ലെങ്കിൽ നവജാത ശിശുക്കളിൽ വീണ്ടും തലയുടെ റേഷ്യോ കൂടുതലാണ്. നിങ്ങൾ ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയുടെ കണക്ക് ഞാൻ പറഞ്ഞുതരാം. ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയുടെ
ടോട്ടൽ ലെങ്ത്, അതായത് ബോഡിയുടെ ഫുൾ നീളം എന്ന് പറയുന്നത് ഏകദേശം 50 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഏകദേശം 4/1 25% തലയാണ്. അതുപോലെ തന്നെ ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയുടെ തൂക്കത്തിന്റെ 25% തലയാണ്. അപ്പോ ഈ തലയുടെ ഹെഡ് റേഷ്യോ കുട്ടികളിൽ മുതിർന്ന ആളുകളെ അപേക്ഷിച്ച് തന്നെ നവജാത ശിശുക്കളിൽ കൂടുതലാണ്. അപ്പോ എന്താണ് ഇതുകൊണ്ടുള്ള പ്രശ്നം? നോക്കൂ, നമ്മുടെ തല സാധാരണ പ്രസവത്തിൽ നിങ്ങൾക്കൊക്കെ അറിയാം, തലയാണ് ആദ്യം താഴേക്ക് ഇറങ്ങി വരിക. നോർമൽ ഡെലിവറി, അതായത് ഒരു സ്വാഭാവികമായിട്ട് കാലിറങ്ങി വരുന്ന നമ്മൾ ബ്രീച്ച് എന്ന് പറയും, കൈ ഇറങ്ങി വരുന്ന അങ്ങനെയുള്ള അസ്വാഭാവികമായിട്ടുള്ള പൊസിഷൻസ് ഉണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന നോർമൽ ഡെലിവറികളിൽ തലയാണ് ഒരു കുട്ടിയുടെ ആദ്യം താഴേക്ക് ഇറങ്ങുക. അപ്പോ പരിണാമം അനുസരിച്ച കാലക്രമേണ മനുഷ്യന്റെ തലയുടെ വലിപ്പം കൂടി വന്നു. ഇതിനനുസരിച്ചിട്ട് ഒരു സ്ത്രീയുടെ പെൽവിസ്, അതായത് നമ്മുടെ ഇടുപ്പെല്ലും അല്ലെങ്കിൽ ഒരു കുഞ്ഞ് താഴേക്ക് ഇറങ്ങി വരാനുള്ള ആ ഭാഗത്തെയാണ് പെൽവിസ് എന്ന് പറയുക. അപ്പോൾ ആ പെൽവിസും കാലക്രമേണ പതുക്കെ വികസിച്ചിട്ടുണ്ട്. എന്നാൽ ചില സ്ത്രീകളിൽ ഇത്രയും വികാസം അതിന് സംഭവിച്ചിട്ടുണ്ടാവില്ല. പല സ്ത്രീകളിൽ പല ടൈപ്പ് പെൽവിസുകളാണ്. ആൻഡ്രോയിഡ് പെൽവിസ്, ഗൈനക്കോയിഡ് പെൽവിസ് എന്നൊക്കെ പറഞ്ഞ പല ടൈപ്പ് പെൽവിസുകളുണ്ട്. അപ്പോൾ ചില സ്ത്രീകളിൽ നിർഭാഗ്യവശാൽ അത്രത്തോളം ഈ തല ഇറങ്ങാൻ തക്കവണ്ണമുള്ള വികാസം പ്രാപിച്ച പെൽവിസ് അല്ല. അതായത് ഒരു മനുഷ്യന്റെ തല വികസിച്ചതിനനുസരിച്ചിട്ട് കാലക്രമേണ പെൽവിസിന് വികാസം സംഭവിച്ചിട്ടുണ്ടാവണമെന്നില്ല എല്ലാ സ്ത്രീകളിലും. അതുകൊണ്ടാണ് ചില സ്ത്രീകളിൽ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഒരു തല താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ വികാസം സംഭവിക്കാത്ത പെൽവിസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്റ്റക്ക് ആവും. ഓക്കെ, ഹെഡ് അറസ്റ്റ് എന്ന് പറയും, ഹെഡ് അറസ്റ്റ് ആയി എന്ന് പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഷോൾഡർ സ്റ്റക്ക് ആവും. കാരണം ഈ ഭാഗം, തലയുടെ ഭാഗം അങ്ങ് താഴത്തേക്ക് ഇറങ്ങി വന്നാൽ മാത്രമേ സ്മൂത്ത് ആയിട്ട് ആ ബോഡി കംപ്ലീറ്റ് പുറത്തേക്ക് വരികയുള്ളൂ. അപ്പോ ഈ തലയുടെ വലിപ്പം കൂടുതൽ കാരണം പലപ്പോഴും മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ചിട്ട് മനുഷ്യരിൽ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ്, കുട്ടി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഉള്ള അറസ്റ്റുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള അവിടെ പെട്ടുപോകാനുള്ള, സ്റ്റക്ക് ആവാനുള്ള സാധ്യത ബാക്കി ജീവജാലങ്ങളെ അപേക്ഷിച്ച് മനുഷ്യരിൽ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോംപ്ലിക്കേഷൻസും കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ സിസേറിയൻ, ഇങ്ങനെയുള്ള ഡെലിവറീസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ സിസേറിയൻ ഉണ്ടാക്കിയത്, അതായത് ഒരു ഓപ്പറേഷൻ ചെയ്ത് കുട്ടിയെ പുറത്തെടുക്കുന്നു. ഇനി അല്ലെങ്കിൽ പല ഇൻസ്ട്രുമെന്റൽ ഡെലിവറീസ്, വാക്വം, ഫോർസെപ്സ്, അങ്ങനെയുള്ള പുറത്തു നിന്നുള്ള ചില ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് കുട്ടിയെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത്, ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് കൊടുത്ത് പുറത്തേക്ക് വലിച്ചെടുക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പല വൈദ്യശാസ്ത്ര സംബന്ധമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളിലൂടെയാണ് മുമ്പ് എത്രയോ സ്ത്രീകൾ, നിങ്ങൾ നിങ്ങളുടെ അപ്പൂപ്പന്റെ അടുത്ത് അമ്മൂമ്മയുടെ അടുത്ത് ചോദിച്ചു നോക്കൂ, എത്ര സ്ത്രീകളാണ് പണ്ട് പ്രസവത്തിൽ മരിച്ചു പോയിരുന്നത്. എന്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്റെ അമ്മയുടെ അച്ഛൻ, അമ്മ എന്നെ മുത്തീന്നാ വിളിച്ചിരുന്നത്. എന്റെ മുത്തിക്ക് 6 മക്കളുണ്ടായിരുന്നു. എന്നാൽ എന്റെ മുത്തശ്ശൻ മാത്രമാണ് സർവൈവ് ചെയ്ത ഒരേ ഒരാള്. 5 മക്കളും, 6 മക്കളിൽ ഒരാൾ മാത്രം, 5 കുട്ടികളും പ്രസവത്തിൽ മരിച്ചു. പക്ഷെ മുത്തിക്ക് അപകടം സംഭവിച്ചില്ല. എന്നാൽ അതേപോലെ തന്നെ എന്റെ അച്ഛന്റെ വീട്ടിൽ പലപ്പോഴും പ്രസവത്തിൽ മരിച്ച സ്ത്രീകളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടായിരിക്കും. പഴയ തലമുറയിൽ സ്ത്രീകൾ അത്രത്തോളം പ്രസവത്തിൽ മരിച്ചിരുന്നു. എന്നാൽ അത്രത്തോളം പട്ടികളും പൂച്ചകളൊന്നും മരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടത്? കാരണം മനുഷ്യ സ്ത്രീകൾക്ക് ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ബാക്കിയുള്ള ജീവജാലങ്ങളെക്കാൾ ഡെലിവറിയിൽ കോംപ്ലിക്കേഷൻ. പണ്ടൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ, തള്ളയും പിള്ളയും വേറെ ആവുന്നത് വരെ അതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ശരിക്കും ഒരു സ്ത്രീ പ്രസവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ാമത്തെ ജന്മാന്നാ പറയാ പണ്ടത്തെ കാലത്ത്. എന്തുകൊണ്ടത്? കാരണം ഇത് കഴിഞ്ഞ് കുട്ടിയും തള്ളയും വേറെ ആയി കഴിഞ്ഞാൽ മാത്രമേ അവർ രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റൂ. കാരണം അത്രയും ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സായിട്ടാണ് പണ്ട് തന്നെ പ്രസവത്തെ കണ്ടിരുന്നത്. അത് ഇതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പോ നമ്മൾ പണ്ടുകാലത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ സ്ത്രീകൾ മരണപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ ഏകദേശം 89 മുതൽ 90% വരെ ആശുപത്രിയിൽ നടക്കുന്ന ഡെലിവറികളാണെന്നാണ് കണക്കുകൾ പറയുന്നത്. 100,000-ൽ ഇന്ന് ഇന്ത്യയിൽ ഏകദേശം 97 അമ്മമാരാണ് മരിക്കുന്നത്. അതാണ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. 97, 100-ൽ താഴെയാണത്. എന്നാൽ അത് കേരളത്തിൽ എത്രയാണെന്നറിയോ? വെറും 19 ആണ്. അത് വെറുതെ ഉണ്ടായതല്ല. 19 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വികസിത രാജ്യങ്ങളുമായി കിടപിടിക്കുന്ന മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആണ് നമുക്ക് കേരളത്തിലുള്ളത്. അത് വെറുതെ കിട്ടിയതല്ല. എങ്ങനെയാണ്? ഇത്തരത്തിൽ അമ്മയ്ക്ക് അപകടമുണ്ടാവാവുന്ന, കുട്ടിക്ക് അപകടമുണ്ടാവുന്ന സിറ്റുവേഷൻസ് എല്ലാം മുൻകൂട്ടി കണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ് നമ്മൾ നോക്കുക. എല്ലാ അമ്മമാർക്കും ആവശ്യം വന്നോളണമെന്നില്ല. എത്രയോ പേർ നോർമലായിട്ട് പ്രസവിക്കും. എന്നാൽ ആ തയ്യാറെടുപ്പ് എല്ലാ അമ്മമാർക്കും അത്യാവശ്യമാണ്. കാരണം ആർക്കാണ് പ്രശ്നം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ സിസേറിയൻ ചെയ്തോ അല്ലെങ്കിൽ വാക്വം ഡെലിവറി എടുത്തോ ഫോർസെപ്സ് എടുത്തോ നമുക്ക് ആ കുട്ടിയെയും അമ്മയെയും രക്ഷിക്കാൻ സാധിക്കും. അപ്പോ ഇതാണ് ഇവർക്കുള്ള ഉത്തരം. അല്ലാതെ പട്ടിയും പൂച്ച പ്രസവിക്കുന്നില്ലേ, പൂച്ച പെറുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തലയിൽ ആൾതാമസം ഇല്ലാത്തത് കൊണ്ടാണ്. ഇങ്ങനെയുള്ള വിഡ്ഢികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രിമിനലുകൾ നിങ്ങളുടെ കൂടി ബുദ്ധിയെ തലതിരിച്ച് നിങ്ങളുടെ അമ്മയ്ക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും ഒക്കെ ഇങ്ങനെയുള്ള അപകടങ്ങളിൽ കൊണ്ടുപോയി ചാടിക്കാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കുകയാണ്. സോ എനിക്ക് നിങ്ങളോട് ഒറ്റൊന്നേ പറയാനുള്ളൂ, അവരുടെയോ തല തിരിഞ്ഞുപോയി. ഇനി അവരെ നന്നാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. അതിനിപ്പോ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ശരി, എല്ലായിടത്തും ഉണ്ട് ഈ പ്രശ്നം. ഈ നാച്ചുറൽ, അതായത് പ്രകൃതിദത്തം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ചെണ്ണങ്ങൾ എല്ലായിടത്തും ഉണ്ട്. അപ്പോ പ്രകൃതിയോട് നമുക്ക്
ബഹുമാനം തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന പ്രകൃതി അല്ലെങ്കിൽ ദൈവം നമുക്ക് സാമാന്യ ബുദ്ധി തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യന് ഇത്രത്തോളം വിശേഷ ബുദ്ധി തന്നിരിക്കുന്നത്, ഈ ഒരു സിറ്റുവേഷൻ മുൻകൂട്ടി കണ്ട്, അപകടം മുൻകൂട്ടി കണ്ട് അതിന് വേണ്ട പ്രതിവിധി നേരത്തെ കൂട്ടി ചെയ്ത് തയ്യാറെടുക്കാനാണ്. ആ തയ്യാറെടുപ്പ് ബുദ്ധി കുറഞ്ഞ ബാക്കിയുള്ള മൃഗങ്ങളിൽ ഇല്ല. അപ്പോൾ അവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്ത് ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ കേട്ട് ഒരിക്കലും നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെ ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിങ്ങൾ എത്തിക്കരുത്. സോ പ്രസവം എന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ് തന്നെയാണ്. എല്ലാവരിലും അത് സേഫ് ആയിക്കൊള്ളണം എന്നില്ല കേട്ടോ. അപ്പൊ എന്ത് അപകടം എപ്പോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സോ പ്ലീസ്, നിങ്ങളുടെ ഗർഭിണിയായിട്ടുള്ള ആരാണെങ്കിലും ശരി, പ്രോപ്പർ ആയിട്ടുള്ള ആന്റിനേറ്റൽ ചെക്കപ്പുകൾ നടത്തുക, ആശുപത്രിയിൽ തന്നെ ഡെലിവറി ചെയ്യുക, വേണ്ട കാര്യങ്ങളെല്ലാം വേണ്ട പോലെ വൈദ്യശാസ്ത്രം അനുശാസിക്കുന്ന പോലെ ശാസ്ത്രീയപരമായിട്ടുള്ള ചികിത്സകളിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കണം. ഇത്തരത്തിലുള്ള കപട ചികിത്സകർക്കുള്ള ഒരു മറുപടിയാണ്. പ്ലീസ്, താങ്ക് യു. ഇനി ഇതേ വിഷയത്തിൽ നമ്മളോട് കുറച്ചും കൂടി ആധികാരികമായി സംസാരിക്കാൻ പോകുന്നത് വടകര CM ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ മുഹ്സിന ബീവി ആണ്. നമുക്ക് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഈ വർഷത്തെ ലോകാരോഗ്യദിന സന്ദേശം എന്ന് പറയുന്നത് ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷാനിർഭരമായ ഭാവിക്ക് എന്നുള്ളതാണ്. കുഞ്ഞോമന ജനിക്കേണ്ടത് സുരക്ഷിതമായ കൈകളിലാണ്. സുരക്ഷിതമായ പ്രസവത്തിന് ആശുപത്രികൾ തന്നെ തിരഞ്ഞെടുക്കണമെന്നുള്ളതാണ് കേരള സർക്കാർ മുന്നോട്ട് വെക്കുന്ന സന്ദേശം. ഇന്നലെ നമ്മൾ കേട്ടു, മലപ്പുറത്ത് ചട്ടിപ്പറമ്പിൽ 5ാമത്തെ പ്രസവത്തെ തുടർന്ന് അസ്മ എന്ന യുവതി മരണപ്പെട്ടു. വെറും 35 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അക്യുപങ്ചർ ചികിത്സാരീതിയായിരുന്നു ഇവർ പ്രസവത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിരുന്നത്. ആരോഗ്യവകുപ്പിന്റെ കണക്കനുസരിച്ച് മലപ്പുറം ജില്ലയിൽ മാത്രം ഈ വർഷം ഇത്തരത്തിലുള്ള 155 ഡെലിവറീസാണ് വീടുകളിൽ നടന്നിരിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇങ്ങനെ നമുക്കൊരു 18ഓളം കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. പണ്ടൊക്കെ എല്ലാവരും വീട്ടിലല്ലേ പ്രസവിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നവരോട് അന്നത്തെ മാതൃ ശിശു മരണനിരക്കും കൂടെ നിങ്ങളൊന്ന് എടുത്തു നോക്കുന്നത് നല്ലതായിരിക്കുമെന്നേ പറയാനുള്ളൂ. പിന്നെ ചില കൂട്ടർ വീട്ടിൽ വെച്ച് പ്രസവിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് ഒടുവിൽ കോംപ്ലിക്കേഷൻസ് ആകുമ്പോൾ ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് ഇവിടെ എത്തുകയും ഹോസ്പിറ്റലിൽ വെച്ച് ഇവർ മരണപ്പെടുകയും ചെയ്യും. എന്നാൽ ഈ കണക്ക് ഇവരുടെ മരണം നമ്മൾ ഹോസ്പിറ്റലിൽ നടന്ന മരണത്തിൻ്റെ കൂട്ടത്തിലാണ് പൊതുവെ പെടുത്താറുള്ളത്. ഏതാനും ആഴ്ചകൾക്ക് മുന്നേ കോഴിക്കോട് ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഭാര്യ പ്രസവവേദന വരുന്നു, പ്രസവിക്കുന്നു, ഭർത്താവ് പ്രസവം എടുക്കുന്നു, എന്നിട്ട് പുറത്ത് പോയി ബ്ലേഡ് വാങ്ങി വരുന്നു, കുട്ടിയുടെ പൊക്കിൽ കൂടി കട്ട് ചെയ്യുന്നു ബ്ലേഡ് വെച്ചിട്ട്. ഇത്തരം വാർത്തകൾ ഇതിൻ്റെ തൊട്ട് പുറകെയായിട്ട് ഈ വീട്ടിൽ പ്രസവിച്ച സ്ത്രീകളെയൊക്കെ വിളിച്ച് ആദരിക്കലും പൊന്നാട അണിയിക്കലും മറ്റുമുണ്ടായി. എന്നാൽ പ്രസവം അത്ര നിസ്സാരമാക്കി കളയേണ്ട ഒന്നല്ല. വളരെ അപകടം പിടിച്ചൊരു ഏർപ്പാടാണത്. നിങ്ങൾ ഈ സുഖപ്രസവത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് ഒരു സുഖമുള്ള ഏർപ്പാടല്ല. ഞങ്ങളുടെ അടുത്ത് പ്രസവിച്ച് കഴിയുമ്പോൾ പേഷ്യൻസ് സ്ഥിരം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഡോക്ടറെ ഇതാണോ സുഖപ്രസവം? എന്തൊരു വൈരുദ്ധ്യമെന്ന്. ഷാജഹാൻ മുംതാസിനു വേണ്ടി താജ്മഹൽ നിർമ്മിച്ചു. എന്നാൽ അദ്ദേഹത്തിന് മുഴുവൻ സമ്പത്തും കൊടുത്താൽ പോലും പ്രസവത്തിൽ മരണപ്പെട്ടു പോയ മുംതാസിനെ രക്ഷിക്കാനുള്ള ടെക്നോളജി അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല. ആധുനിക ചികിത്സ എടുത്തിട്ടും മരിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നവരോട് വീട്ടിലെ പ്രസവം എന്ന് പറയുന്നത് നിങ്ങളൊരു ലോട്ടറി എടുക്കുന്ന പോലെയാണ്. പ്രഗ്നൻസിയും ഡെലിവറിയും ഒക്കെ തികച്ചും ഫിസിയോളജിക്കൽ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്, അല്ലാന്ന് ഞങ്ങൾ പറയുന്നില്ല. എന്നാൽ ഇതിൻ്റെ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാം. ഓരോ പ്രഗ്നൻസിയും ഡിഫറെൻ്റ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ആദ്യത്തെ പ്രസവം നോർമലായിരുന്നു, അല്ലെങ്കിൽ ആദ്യത്തെ 2 പ്രസവം നോർമലായിരുന്നു എന്ന് വെച്ചാൽ അടുത്ത പ്രസവം 3ാമത്തെ പ്രസവം നോർമൽ ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. 3ാമത്തെ പ്രസവത്തിലായിരിക്കും ചിലപ്പോൾ പ്രശ്നം വരുന്നത്. എപ്പോൾ വേണമെങ്കിലും രംഗം വഷളായേക്കാം. അതുകൊണ്ട് ഇത്തരം സാഹസങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക, അല്ലെങ്കിൽ ഇതിനൊന്നും മുതിരാതിരിക്കുക. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ലൂപ്പസ് എന്നിവയുൾപ്പെടെ 200-ലധികം അവസ്ഥകളെ റുമാറ്റിക് രോഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. അവ സന്ധികളെയും പേശികളെയും ബാധിക്കുകയും വേദനയും വീക്കവും ഉണ്ടാക്കുകയും ജീവിത നിലവാരത്തെ ബാധിക്കുകയും ചെയ്യുന്നു. വ്യത്യസ്ത തരങ്ങൾ, ലക്ഷണങ്ങൾ, അപകട സാധ്യത ഘടകങ്ങൾ, ഇവയെ എങ്ങനെ പരിചരിക്കാം എന്നിവയെക്കുറിച്ച് ഒരു ഡോക്ടർ നിങ്ങളോട് പറഞ്ഞു തരും. ഇതിനായി നമ്മളോടൊപ്പമുള്ളത് തിരുവനന്തപുരം റൂമ കെയറിലെ ഇന്റർവെൻഷൻ പെയിൻ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ വിനീത ജി ഗോപാലാണ്. നമുക്ക് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ വിനീത, ട്രിവാൻഡ്രം റൂമ കെയറിൽ ഇന്റർവെൻഷൻ പെയിൻ സ്പെഷ്യലിസ്റ്റാണ്.
പ്രായമായവരിലും അതുപോലെ ചെറുപ്പക്കാരിലും നമ്മളിപ്പോൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് നടുവിൽ നിന്ന് കാലിലോട്ട് റേഡിയേറ്റ് ചെയ്ത് വരുന്നൊരു വേദന. ഒരു കോമൺ ലാംഗ്വേജിൽ നമ്മളിതിനെ സയാറ്റിക്ക എന്ന് പറയും. ഈ സയാറ്റിക്ക പെയിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഡിസ്ക് ബൾജാണ്. അതായത് നട്ടലിനെ ഡിസ്ക് പുറകിലോട്ട് തള്ളുമ്പോൾ ഈ നട്ടലിൽ നിന്ന് കാലിലോട്ട് വരുന്ന നെർവിനെ അല്ലെങ്കിൽ നാഡീഞരമ്പിനെ കംപ്രസ് ചെയ്യുന്നു. അങ്ങനെ അവിടെ നീർക്കെട്ടും ഉണ്ടാകും. ഇതാണ് ഈ ഒരു റേഡിയേറ്റിംഗ് പെയിൻ ഉണ്ടാക്കുന്നത്. അത്തരം പേഷ്യൻസിന് വേദന മാത്രമല്ല തരിപ്പ്, പെരിപ്പ്, മരവിപ്പ് അങ്ങനെയുള്ള രോഗലക്ഷണങ്ങളും കണ്ടുവരുന്നു. എന്താണ് ഈ സയാറ്റിക്ക പെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്? ഇതിൻ്റെ ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ 70% പേഷ്യൻസിന്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക്, ഫിസിയോതെറാപ്പി, എക്സസൈസസ്, മരുന്നുകൾ കൊണ്ട് വേദന പൂർണ്ണമായിട്ടും മാറുന്നതാണ്. ഏകദേശം ഒരു 6 weeks to 3 months കൊണ്ട് വേദന പൂർണ്ണമായിട്ടും മാറുന്നതാണ്. ചുരുക്കം ചില പേഷ്യൻസിന് റെഡ് ഫ്ലാഗ് സിംറ്റംസ് നമ്മൾ പറയും. അതായത് മൂത്രം പോകാനോ മലം പോകാനുള്ള ബുദ്ധിമുട്ട്, കാലിൻ്റെ തളർച്ച, അങ്ങനത്തെ ഡേഞ്ചർ സൈൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർജറി വേണ്ടി വരും. പക്ഷേ നമ്മൾ കണ്ടുവരാനുള്ളൊരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ പേഷ്യൻസിന് സർജറിയുടെ ആവശ്യമില്ല. എന്നാൽ ഫിസിയോതെറാപ്പിയിലും മെഡിക്കേഷൻസിലൊന്നും വേദന കുറയുന്നില്ല. അതികഠിനമായ വേദനയും അത് കാരണം അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഒരുപാട് അഫക്റ്റഡ് ആവുന്നു. ഇത്തരം പേഷ്യൻസിന് നമുക്ക് മിനിമലി ഇൻവേസീവായിട്ടുള്ള ഇൻ്റർവെൻഷണൽ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഉണ്ട്. അതിലൊന്നാണ് എപ്പിഡ്യൂറൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, സയാറ്റിക്കയിൽ ഈ നട്ടലിൽ നിന്ന് കാലിലോട്ട് വരുന്ന നെർവിനെ ഡിസ്ക് ബൾജ് ചെയ്ത് കംപ്രസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഏത് നെർവാണോ കംപ്രസ്ഡ് ആയിരിക്കുന്നത്, എക്സ്റേയുടെ സഹായത്തോടു കൂടി ആ നെർവിൻ്റെ അടുത്ത് പോയി സ്റ്റിറോയിഡിനെ ഇഞ്ചക്ട് ചെയ്യുന്നതാണ് നമ്മൾ എപ്പിഡ്യൂറൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എക്സ്റേയുടെ സഹായത്തോടു കൂടി ചെയ്യുന്നത് കൊണ്ടും വളരെ ചെറിയ ഡോസ് സ്റ്റിറോയിഡ് നമ്മൾ ഇടുന്നുള്ളൂ നെർവിൻ്റെ അടുത്ത്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഈ ഇൻ്റർവെൻഷൻ വളരെയധികം സേഫാണ്. നമ്മൾ ഓറലി ടാബ്ലറ്റായിട്ട് സ്റ്റിറോയിഡ് കഴിക്കുന്നതിനേക്കാളും വളരെ ചെറിയൊരു ഡോസ് മാത്രമാണ് ഈ നെർവിൻ്റെ അടുത്ത് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിറോയിഡ് സംബന്ധമായിട്ടുള്ള ബ്ലഡ് പ്രഷർ കൂടും, ഷുഗർ കൂടും, അങ്ങനെയുള്ള പാർശ്വഫലങ്ങളും കുറവാണ്. രണ്ടാമത് മറ്റൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ ഓസോൺ ട്രീറ്റ്മെൻറ്റാണ്. ഈ ഓസോൺ ഡിസ്കിനകത്തേക്ക് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ഈ ബൾജ് ചെയ്തിരിക്കുന്ന ഡിസ്ക് ചുരുങ്ങാൻ സഹായിക്കുന്നു. അപ്പോൾ ഡിസ്ക് ബൾജും അത് കാരണം ഈ സയാറ്റിക്ക പെയിനുമുള്ള പേഷ്യൻസിന് ഒരാഴ്ചയൊക്കെ വെയിറ്റ് ചെയ്തിട്ടും വേദന കുറഞ്ഞില്ല, ഫിസിയോതെറാപ്പിയും മെഡിക്കേഷൻസും ഒക്കെ ആയിട്ട് വേദന കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, റെഡ് ഫ്ലാഗ് സിംറ്റംസ് ഒന്നുമില്ല, സർജറിയുടെ ആവശ്യമില്ല, അത്തരം സിറ്റുവേഷൻസിൽ ഈ മിനിമലി ഇൻവേസീവായിട്ടുള്ള പെയിൻ ഇൻ്റർവെൻഷൻസും കൂടി നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. എല്ലാ വർഷവും ഏപ്രിൽ 11 ലോക പാർക്കിൻസൺസ് ദിനമായി ആചരിക്കുന്നു. എന്താണ് ഈ പാർക്കിൻസൺസ്? ഇതിന് പ്രതിവിധിയുണ്ടോ? ഇതേക്കുറിച്ച് നമ്മളോട് ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരം SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ സുശാന്ത് MJ ആണ്. നമുക്ക് ഡോക്ടറിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ സുശാന്ത്, കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് SUT ഹോസ്പിറ്റൽ പട്ടം. ഞാനിത് സംസാരിക്കാൻ പോകുന്നത് വിറയൽ രോഗം അഥവാ പാർക്കിൻസോൺസിനെ പറ്റിയാണ്. ഇത് സാധാരണ പ്രായമായവരിൽ 60 വയസ്സിന് മേലിലുള്ളവരിലാണ് ഈ രോഗം കാണുന്നത്. ഇത് വരാനുള്ള പ്രധാന കാരണം നമ്മുടെ തലച്ചോറിനുള്ളിലെ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉൽപ്പാദിപ്പിക്കുന്ന ഞരമ്പുകൾ നശിച്ചു പോകുന്ന കാരണമാണ്. ഇത് പ്രായാധിക്യം മൂലം, മറവി രോഗം പോലെ തന്നെ പ്രായാധിക്യം മൂലം തലച്ചോറിലെ കോശങ്ങൾ നശിക്കുന്നത് മൂലം വരാം. ഇതിന് ഇഡിയോപ്പതിക് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയും. ഇത് കൂടാതെ സ്ട്രോക്കിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ചലനങ്ങളെ ബാധിക്കുന്ന ഭാഗത്ത് രക്തോട്ടക്കുറവോ ബ്ലീഡിങ്ങോ സംഭവിച്ചാൽ, പ്രത്യേകിച്ച് ബേസൽ ഗാംഗ്ലിയ എന്ന ഭാഗത്ത് ബുദ്ധിമുട്ട് സംഭവിച്ചാൽ പാർക്കിൻസോണിന് ലക്ഷണങ്ങൾ വരാം. അതുപോലെ കീടനാശിനികളുമായിട്ട് ഉപയോഗിക്കുന്നവർ, പ്രത്യേകിച്ച് ഓർഗാനോ ഫോസ്ഫേറ്റ്സ് കീടനാശിനികൾ ഉപയോഗിക്കുന്നവരിൽ, അല്ലെങ്കിൽ തലച്ചോറിനേൽക്കുന്ന ക്ഷതങ്ങൾ, തലച്ചോറിനുള്ളിലെ ഫ്ലൂയിഡിൻ്റെ പ്രഷർ കൂടുന്നു, നോർമൽ പ്രഷർ ഹൈഡ്രോസെഫാലസ്, ഇതെല്ലാം തന്നെ പാർക്കിൻസോണിസത്തിൻ്റെ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന കണ്ടീഷൻസാണ്. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 4 ലക്ഷണങ്ങളാണുള്ളത്. ഒന്ന്, കൈകാലുകളുടെ വിറയൽ. ഏതെങ്കിലും ഒരു വശത്ത് മാത്രമുള്ള കൈയുടെ കാലിൻ്റെ വിറയൽ. ഇത് രോഗി റെസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലായിരിക്കും ഈ വിറയൽ ആദ്യം കാണപ്പെടുന്നത്. രോഗം മൂർച്ഛിക്കുന്നതനുസരിച്ച് ശരീരം മൊത്തം തന്നെ ഈ വിറയൽ ബാധിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പേശികളുടെ ദൃഢത. അതായത് അവർക്ക് ഫ്രീ ആയിട്ട് അവരുടെ ജോയിൻറ്റ്സ് മൂവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. പ്രധാനമായിട്ടും ഇത് ഷോൾഡർ അല്ലെങ്കിൽ തോളിനെ ആയിരിക്കും ബാധിക്കുക. ഷോൾഡർ പെയിൻ ആയിരിക്കും തുടക്കത്തിലുണ്ടാകുന്ന ഒരു രോഗലക്ഷണം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നതിലുള്ള ഒരു പതുക്കം, പഴയ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുക. ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്നവരെ പഴയ സ്പീഡിൽ ഒരിക്കലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയില്ല. അക്ഷരങ്ങൾ എഴുതുമ്പോൾ അക്ഷരങ്ങളുടെ വലിപ്പം ചെറുതായി പോകുന്നത്, പഴയ സ്പീഡിൽ ഹാൻഡ് റൈറ്റിംഗ് വരാതിരിക്കുക.
നടക്കുമ്പോൾ നമ്മൾ കൈകളാട്ടിയാണ് സാധാരണ നടക്കുക. അപ്പോൾ ആ ഒരു സ്പീഡിൽ കൈകളാട്ടി നടക്കത്തില്ല. നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ബാലൻസ് ഇല്ലായ്മ. അവർക്ക് നിരപ്പല്ലാത്ത തറയിലൊക്കെ നടക്കുമ്പോൾ പെട്ടെന്ന് ബാലൻസ് തെറ്റി വീഴുക, ഇരുന്നിട്ട് എണീക്കുമ്പോൾ പുറകിലോട്ട് ആഞ്ഞു പോവുക. അപ്പോൾ ഈ 4 ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും പാർക്കിൻസോണിസത്തിലുള്ളത്. അപ്പോൾ ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ രോഗലക്ഷണങ്ങൾ വെച്ചാണ്. പ്രധാനമായിട്ടും വിറയലോ അല്ലെങ്കിൽ ഈ പതുക്കമോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ന്യൂറോളജിസ്റ്റിനെ കണ്ട് പാർക്കിൻസോണിസം ആണോ അത് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്നുള്ളത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡോപ്പമിൻ്റെ അഭാവമാണ് ഈ രോഗം വരാനുള്ള കാരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡോപ്പമിൻ ശരീരത്തിലേക്ക് കൊടുക്കുന്ന മരുന്നുകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും 3 സ്റ്റേജസ് ആണ് ഈ പാർക്കിൻസോണിസം രോഗത്തിനുള്ളത്. തുടക്കത്തിൽ സ്റ്റേജ് 1 ചെറിയ രോഗലക്ഷണങ്ങളായിരിക്കും. നമ്മൾ മരുന്നുകൾ കൊടുത്താൽ അത് കൃത്യമായി പ്രതികരിക്കും. പക്ഷേ സെക്കൻഡ് സ്റ്റേജ് വരുമ്പോഴത്തേക്കും നമുക്ക് സാധാരണ കൊടുക്കുന്ന ഡോസ് മതിയാകാതെ വരും. കൂടുതൽ ഡോസ് അല്ലെങ്കിൽ കൂടുതൽ ഫ്രീക്വൻസിയിൽ മരുന്നുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. 3ാമത്തെ സ്റ്റേജ് വരുമ്പോഴത്തേക്കും രോഗി പൂർണ്ണമായിട്ടും കിടപ്പവസ്ഥയിലെത്തുകയും മരുന്നുകളോട് കൃത്യമായി പ്രതികരിക്കാതെ വരികയും ചെയ്യും. മരുന്നുകൾ കൂടാതെ ഇതിനുള്ള ഒരു സർജിക്കൽ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ, തലച്ചോറിനുള്ളിൽ ഇലക്ട്രോഡ്സ് വെച്ചിട്ട് ബ്രെയിനിനെ ഉത്തേജിപ്പിക്കുന്ന ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ചികിത്സാ രീതി ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ പ്രധാന ഇതെന്ന് പറയുന്നത് രോഗലക്ഷണങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് നമ്മൾ മരുന്നുകളും അതോടൊപ്പം തന്നെ എക്സസൈസ്, സൈക്ലിംഗ് പോലുള്ള എക്സസൈസും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രോഗികൾക്ക് അവരുടെ ആ ഒരു പേശികളുടെ ദൃഢതയും സ്ലോനെസ്സും വീഴ്ചകളും ഒക്കെ ഒഴിവാക്കാൻ സാധിക്കും. ആരോഗ്യമാനത്വത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വിവിധ രോഗാവസ്ഥകളെക്കുറിച്ച് നിങ്ങളെ ബോധവാന്മാരാക്കുകയാണ് ഈ പരിപാടിയിലൂടെ. കാത്തിരിക്കാം മറ്റൊരു എപ്പിസോഡിനായി അടുത്ത ആഴ്ച ഇതേ സമയം. നന്ദി, നമസ്കാരം.